നമസ്കാരം. മീഡിയ ഓഡിറ്റിലേക്ക് സ്വാഗതം. കിട്ടിയോ എന്ന വാക്ക് കുറച്ചു കാലം പരിഹാസം ദ്യോതിപ്പിക്കുന്ന ഒന്നായിരുന്നു. 2 വർഷം മുമ്പ് തിരുവനന്തപുരത്തെ CPIM സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG സെന്ററിന് നേരെ ആക്രമണം നടത്തിയ പ്രതികളെ പിടികൂടാൻ വൈകിയപ്പോൾ ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകൾ തുടങ്ങി വെച്ചതായിരുന്നു ആ പരിഹാസം. കിട്ടിയോ എന്ന ഹാഷ്ടാഗ് ഉണ്ടാക്കി BJPക്കാരും കോൺഗ്രസ്സുകാരും പ്രചരിപ്പിക്കുകയും ചെയ്തു. കിട്ടിയോ എന്ന് ചോദിച്ച എല്ലാവരോടുമായി ഒറ്റ വാക്കിൽ ഒരു മറുപടിയേ പറയാനുള്ളൂ: കിട്ടി എന്ന മറുപടി. ഒന്നുകൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ, AKG സെന്റർ ആക്രമിച്ച കേസിലെ 2ാം പ്രതി സുഹൈൽ ഷാജഹാൻ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് പിടിയിലായി. അതായത് ആളെ കിട്ടി എന്നും പറയാം. ആൾ വിദേശത്ത് ഒളിവിലായിരുന്നു. ആക്രമണത്തിന് പറഞ്ഞുവിട്ട KPCC പ്രസിഡന്റ് K. സുധാകരൻ തന്നെ ഒരുക്കി കൊടുത്ത സുഖവാസകാലം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഡൽഹിയിൽ വെച്ച് ഇയാളെ പോലീസ് പിടികൂടി. ഇയാൾക്കെതിരെ ബ്ലോക്ക് കോർണർ നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു. ഇനി കിട്ടിയോയിലേക്ക് വരാം. ഏഷ്യാനെറ്റ് ന്യൂസ് അവതാരകൻ PG സുരേഷ് കുമാർ കിട്ടിയോ എന്ന് ആവർത്തിച്ച് ലേഖകരോട് പരിഹാസപൂർവ്വം ചോദിക്കുന്നത് എത്ര വട്ടം നമ്മൾ കേട്ടു. പ്രതികളെ പിടികൂടാൻ വൈകിയപ്പോൾ ഏഷ്യാനെറ്റ് ലേഖകൻ കമലേഷ് AKG സെന്ററിന് മുന്നിൽ നിന്ന് അറപ്പുളവാക്കുന്ന അശ്ലീല ചിരിയോടെ കിട്ടിയില്ലെന്ന് പറയുന്നതും നമുക്ക് കേൾക്കേണ്ടി വന്നു. അന്നത്തെ ഈ പരിഹാസത്തിന് കാരണമുണ്ട്. AKG സെന്റർ ആക്രമിച്ചത് CPIM പ്രവർത്തകരാണെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ ധൈര്യം കാട്ടിയ ഒരു ഷെർലക് ഹോംസ് അന്ന് ഏഷ്യാനെറ്റ് ന്യൂസിലുണ്ടായിരുന്നു. അദ്ദേഹം നടത്തിയ കഠോരമായ ഇൻവെസ്റ്റിഗേഷനൊടുവിൽ CPM പ്രവർത്തകരാണ് AKG സെന്ററിന് നേരെ ആക്രമണം നടത്തിയെന്നതിന് സംശയാതീതമായ തെളിവുകൾ കണ്ടെത്തിയിരുന്നു പോലും. സെന്ററിന് മുന്നിലൂടെ കുന്നുകുഴിയിലേക്ക് യാത്ര ചെയ്തവരുടെ ദൃശ്യങ്ങളൊക്കെ ആ ഷെർലക് ഹോംസ് കണ്ടെത്തിയതിന് ശേഷമായിരുന്നു ഇങ്ങനെയൊരു നിഗമനത്തിലേക്ക് എത്തിയത്. ആ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിൻ്റെ പേര് TV പ്രസാദ് എന്നാണ്. TV പ്രസാദും അദ്ദേഹം നൽകിയ ഈ വാർത്തയും ഏഷ്യാനെറ്റിന് ഒരു ബാധ്യതയായി മാറാൻ അധികകാലമൊന്നും വേണ്ടി വന്നില്ല. വാർത്ത വന്ന് മാസങ്ങൾ കഴിഞ്ഞില്ല. ആക്രമണ കേസിലെ 2 പ്രതികളെ പോലീസ് പൊക്കി. കഴക്കൂട്ടം ആറ്റിപ്രയിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് V. ജിതിനും അയാളുടെ കൂട്ടുകാരി നവ്യയും. അവർ കുറ്റകൃത്യം സമ്മതിക്കുകയും ചെയ്തു. കേസിലെ 2ാം പ്രതി അപ്പോഴത്തേക്കും വിദേശത്തേക്ക് മുങ്ങിയിരുന്നു. ആദ്യത്തെ 2 പ്രതികൾ പിടിക്കപ്പെട്ടപ്പോൾ തന്നെ CPMകാരാണ് സ്വന്തം ഓഫീസ് ആക്രമിച്ചെന്ന ഷെർലക് ഹോംസ് കഥ പാളി. ആ ലേഖകനോ അയാളെ ഈ റിപ്പോർട്ടിങ്ങിനായി പറഞ്ഞയച്ച ഏഷ്യാനെറ്റ് ന്യൂസിലെ മേധാവികളോ ആ റിപ്പോർട്ടിൻ്റെ പേരിൽ ഖേദം പ്രകടിപ്പിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. TV പ്രസാദ് എന്ന CID ഇപ്പോൾ റിപ്പോർട്ടർ TVയിൽ ചെന്ന് വിധം ആ ചാനലിന് ചീത്തപ്പേരുണ്ടാക്കുന്നുണ്ട്. റിപ്പോർട്ടർ TV ലോഞ്ചിങ് എക്സ്ക്ലൂസീവായി കരുതി വെച്ച ആരോഗ്യവകുപ്പിനെതിരെയുള്ള വാർത്തയുടെ പേരിൽ ഉണ്ടായ നാണക്കേട് ഒരു മാറാത്ത കറയായി ആ ചാനലിന് മേൽ എക്കാലത്തും ഉണ്ടാവും. ആ റിപ്പോർട്ട് ചെയ്തതും ഇതേ CID തന്നെ. ഇന്നലെ സുഹൈൽ ഷാജഹാൻ പിടിയിലായ വിവരം തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകരെ വിളിച്ചറിയിച്ചത് നേരത്തെ പിടിയിലായ ആറ്റിപ്രയിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ജിതിൻ തന്നെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി ആരാണ് സുഹൈൽ ഷാജഹാൻ എന്ന് നോക്കാം. KPCC പ്രസിഡന്റ് K. സുധാകരൻ്റെ വിശ്വസ്തൻ. സുധാകരനൊപ്പം ഇന്ദിരാഭവനെ ചുറ്റിപ്പറ്റി കുറേ കാലം തരികടകളുമായി നടക്കുകയായിരുന്നു. കേസ് വന്നതോടെ ഇയാൾക്ക് ഗൾഫിലേക്ക് മുങ്ങാനും തിരിച്ചു ഡൽഹിയിലെത്താനും സഹായിച്ചത് K. സുധാകരൻ തന്നെയാണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായാലും ചാനലുകളോ പത്രങ്ങളോ അക്കാര്യം പറയില്ല. ജിതിൻ, സുഹൈൽ, നവ്യ എന്നിവരെ ബോംബ് നൽകി AKG സെന്ററിലേക്ക് പറഞ്ഞു വിട്ടത് സുധാകരൻ തന്നെയല്ലേ എന്നൊരു ചോദ്യം മുഖ്യധാര ചോദിക്കുമെന്ന ഒരു പ്രതീക്ഷയും മലയാളികൾക്കില്ല. എന്നാൽ സ്ഫോടനം നടന്ന ദിവസം മുതൽ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും പ്രചരിപ്പിച്ചത്. സ്ഫോടനം നടന്നയുടൻ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിൽ നിന്ന് സംഭവസ്ഥലത്തെത്തിയ LDF കൺവീനർ EP ജയരാജൻ, AKG സെന്ററിൽ ഉണ്ടായിരുന്ന CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ടീച്ചർ എന്നിവരെ സ്ഫോടനത്തിൻ്റെ ആസൂത്രകരായി ചിത്രീകരിക്കാനും ശ്രമം നടന്നു. ഈ 2 നേതാക്കളാണ് സ്ഫോടനം നടത്തിയതെന്ന് സുധാകരനെ പോലുള്ളവർ ആരോപിച്ചു. അത് മാധ്യമങ്ങൾ ഏറ്റെടുത്തു. സ്വന്തം ഓഫീസ് ആക്രമിക്കാൻ നേതാക്കൾ തന്നെ ശ്രമിച്ചു എന്ന മട്ടിലുള്ള ആഖ്യാനം പ്രവഹിച്ചു. പിന്നെ എത്ര മനുഷ്യർ വിശ്വസിച്ചിട്ടുണ്ടാവും ആ കള്ളങ്ങൾ. ആദ്യം പിടിയിലായവർക്ക് മയക്കുമരുന്ന് നൽകി വ്യാജ മൊഴിയെടുത്തു എന്നായി പിന്നീടുള്ള ആരോപണം. 3ാം പ്രതിയും അകത്തായതോടെ മാപ്പ് പറയേണ്ടത് സുധാകരൻ മാത്രമല്ല, അയാളുടെ ആരോപണങ്ങൾ ഏറ്റുപാടിയ മാധ്യമങ്ങൾ കൂടിയാണ്. സമാനമായ കാര്യങ്ങളായിരുന്നു തിരുവനന്തപുരം കുണ്ടമൺ കടവിനടുത്തുള്ള സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിന് നേരെയുള്ള ആക്രമണത്തിന് ശേഷം നടന്ന കള്ളപ്രചാരണങ്ങൾ. ആശ്രമം ആക്രമിച്ചതും കാറ് കത്തിച്ചതും സ്വാമിയുടെ ആളുകളാണെന്ന RSS പ്രചാരണം മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചു. കേരളീയ പൊതുബോധം സ്വാമിയെ തന്നെ നഖശിഖാന്തം പരിഹസിക്കും വിധം ട്രോളായും RSS മൂശയിലിട്ട് വാർത്തെടുത്ത ആ കള്ളത്തെ കൊണ്ടാടിയിരുന്നു. സ്വാമി സന്ദീപാനന്ദഗിരിയെ മാത്രമല്ല CPIMനെയും അതിൻ്റെ പേരിൽ വേട്ടയാടി. പക്ഷേ എന്തു ഫലം?
ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ യഥാർത്ഥ പ്രതികളായ RSSകാരെ പോലീസ് പിടികൂടി. മാധ്യമങ്ങളും വലതുപക്ഷവും പാകം ചെയ്തെടുത്ത മറ്റൊരു നുണയായിരുന്നു കൽപ്പറ്റയിൽ ഓഫീസിലേക്ക് പ്രതിഷേധ സമരം നടത്തിയ SFI പ്രവർത്തകർ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ ഫോട്ടോ വലിച്ചു താഴെയിട്ട് തകർത്തു എന്ന കഥ. എന്നാൽ സമരം കഴിഞ്ഞ് SFI പ്രവർത്തകർ മടങ്ങിയ ശേഷവും ചുവരിലെ ചിത്രത്തിൽ ഗാന്ധി ചിരിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു എന്ന കാര്യം ഒരു ഫോട്ടോയിൽ തെളിവായി വന്നിട്ടും ആ കുറ്റം SFIയുടെ തലയിൽ തന്നെ ചാർത്തി. ഗാന്ധിജിയെ അപമാനിച്ചത് T സിദ്ദിഖ് MLAയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സുകാർ തന്നെയായിരുന്നു. SFIക്കെതിരെ മെനഞ്ഞ കഥ തെറ്റാണെന്ന് ബോധ്യമായിട്ടും തിരുത്താൻ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല. കോൺഗ്രസ്സുകാർ ഇതുവരെ തെറ്റ് ഏറ്റു പറഞ്ഞിട്ടുമില്ല. ഈ സംഭവത്തിൻ്റെ പേരിലായിരുന്നു AKG സെന്റർ ആക്രമണം. AKG സെന്റർ ആക്രമണത്തിൻ്റെ എല്ലാ പ്രതികളും പിടിയിലാവുമ്പോൾ മാധ്യമങ്ങൾ ഒരു സ്വയം പരിശോധനയ്ക്ക് തയ്യാറാകുമെന്ന പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല. ഇടതുപക്ഷക്കാർ എന്തുകൊണ്ടാണ് മാധ്യമങ്ങളെ നിശിതമായി വിചാരണ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന ശുദ്ധാത്മാക്കൾക്കുള്ള മറുപടി കൂടിയാണ് ഈ സംഭവം. 2007 ശേഷം വീണ്ടും ഒരു ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യക്ക് സ്വന്തമായിരിക്കുന്നു. പുരുഷന്മാരുടെ 2020 ലോകകപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ ടീം ജേതാക്കളായത്. ഇന്ത്യയിലെ കോടിക്കണക്കിന് ക്രിക്കറ്റ് ആരാധകർക്ക് തീർച്ചയായും അഭിമാന നിമിഷം തന്നെ. ക്രിക്കറ്റ് അടക്കമുള്ള എല്ലാ കായിക മത്സരങ്ങളും മനുഷ്യനിലെ വിദ്വേഷവും പകയുമൊക്കെ ഇല്ലാതാക്കുമെന്നാണ് വിശ്വാസം. ഭൂമിശാസ്ത്രപരമായ അതിരുകളെയെല്ലാം മായ്ച്ചു കളയുന്ന വികാരമാണത്. ക്രീഡാങ്കണത്തിൽ അവർ എല്ലാം മറന്ന് സന്തോഷിക്കും. എന്നാൽ എല്ലാ മനുഷ്യരെയും പോലെ അല്ലല്ലോ സംഘികൾ. ഇന്ത്യൻ ടീമിലെ മികച്ച പേസ് ബോളർമാരിൽ ഒരാളായ മുഹമ്മദ് സിറാജാണ് ഇപ്പോൾ അവർക്ക് പ്രധാന ശത്രു. രാജ്യം കപ്പ് നേടിയപ്പോൾ സർവശക്തനായ അല്ലാഹുവിന് നന്ദി പറഞ്ഞ് അദ്ദേഹം എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഇതോടെ സംഘികൾക്ക് ഹാലിളകി. അങ്ങനെയെങ്കിൽ നിന്റെ അല്ലാഹു സർവശക്തനാണെങ്കിൽ എന്തുകൊണ്ട് ബംഗ്ലാദേശിനും പാകിസ്ഥാനും കപ്പ് നേടിക്കൊടുത്തില്ല എന്ന പരിഹാസം എത്ര ആവർത്തിയാണ് സിറാജ് പോസ്റ്റ് ചെയ്ത പടത്തിനിടയിൽ കമൻ്റായി വന്നത്. സാധാരണ മനുഷ്യരും സംഘികളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇന്ത്യൻ ടീം ലോകകപ്പ് നേടുമ്പോൾ സാധാരണ മനുഷ്യർ എല്ലാം പറഞ്ഞ് സന്തോഷിക്കും. സംഘികൾ കളിക്കാരുടെ മതവും ജാതിയും തിരയും. സാധാരണ മനുഷ്യർ കായിക താരങ്ങളെ സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും ആ താരങ്ങൾ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല. എന്നാൽ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ കായിക താരങ്ങളെ മതത്തിൻ്റെ കണ്ണിലൂടെ മാത്രമേ സംഘികൾ കാണൂ. സാധാരണ മനുഷ്യർ അവർ ആരാധിക്കുന്ന താരങ്ങൾ ഏത് മതവിശ്വാസിയാണെന്ന് നോക്കാറില്ല. എന്നാൽ സംഘികൾ സ്വന്തം വിശ്വാസ പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കി പോസ്റ്റിട്ട സിറാജിനെതിരെ കൊലവിളിക്കും. ദീർഘകാലം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നയിച്ചതും വലിയ വിജയങ്ങൾ ഇന്ത്യക്ക് നേടിക്കൊടുത്തതും മുഹമ്മദ് അസറുദ്ദീൻ എന്ന വിഖ്യാത ബാറ്റ്സ്മാൻ ആണെന്ന് സിറാജിനെതിരെ വിദ്വേഷം ചൊരിയുന്ന നവസംഘികൾക്ക് അറിയുമോ ആവോ? 1983 ഇന്ത്യ ആദ്യമായി കപിൽ ദേവിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഏകദിന ലോകകപ്പ് നേടുമ്പോൾ അന്നത്തെ ഫൈനലിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ നിർണായകമായൊരു ക്യാച്ച് എടുത്തത് സയ്യിദ് കിർമാനി ആയിരുന്നു എന്ന് സമൂഹ മാധ്യമങ്ങളിലെ നവസംഖ്യകൾ അറിയാതിരിക്കുകയാണ് ഭേദം. സിറാജിനെതിരെയുള്ള ഈ വിദ്വേഷ പ്രചാരണത്തിനൊന്നും വാർത്താമൂല്യമില്ലെന്ന നിലപാടാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക്. ചില ഇംഗ്ലീഷ് ബദൽ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ അല്ലാതെ ഇതൊന്നും വായിക്കാനുള്ള അവസരം നമുക്ക് ഉണ്ടായിട്ടില്ലെന്ന് ഖേദപൂർവ്വം പറയട്ടെ. ഈ പറഞ്ഞത് സിറാജ് എന്ന ഇന്ത്യൻ പേസർക്കെതിരെയുള്ള വിദ്വേഷ പ്രചാരണത്തിന്റെ കഥ. ക്രിക്കറ്റിന്റെ പേരിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ ഗുജറാത്തിലെ സംഘപരിവാർ കൂട്ടം ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടും അതൊരു വാർത്തയാക്കാൻ ഗോദി മീഡിയയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ജൂൺ 22 ഗുജറാത്തിലെ ആനന്ദ് ജില്ലയിൽ ചിക്കോദര ഗ്രാമത്തിലാണ് 24-കാരനായ സൽമാൻ വോറയെ ഒരു ക്രിക്കറ്റ് മത്സരത്തിൻ്റെ ഫൈനൽ നടക്കുന്നതിനിടെ രാത്രി 11:30 പട്ടിയെ തല്ലിക്കൊല്ലും പോലെ വകവരുത്തിയത്. ഒരു പ്രാദേശിക ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഒരു ടീമിലെ കളിക്കാർ മികച്ച രീതിയിൽ കളിച്ച് ജയിക്കുമെന്ന ഘട്ടമെത്തി. ആ ടീമിലെ ഭൂരിഭാഗവും മുസ്ലിം നാമധാരികളായിരുന്നു. കളി നടന്ന പ്രദേശമാകട്ടെ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവും. ഇവിടെ കളിക്കുന്നതിലെ അപകടത്തെക്കുറിച്ച് ഇസ്ലാം മതവിശ്വാസിയായ കളിക്കാർ സംഘാടകരോട് സൂചിപ്പിച്ചിരുന്നു അത്രേ. സംഘർഷബാധിത പ്രദേശത്ത് കളി കാണാനെത്തിയ സൽമാൻ എന്ന കളി ആരാധകന് ജീവൻ നഷ്ടപ്പെട്ടു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൽമാന്റെ വൃക്കയിൽ വരെ കത്തി കയറി എന്നാണുള്ളത്. ദ ക്വിൻറ്റ് ആണ് ഈ വാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ക്വിൻറ്റിനെ കൂടാതെ സബ്രംഗ്, ഇന്ത്യൻ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളാണ് ഈ വാർത്ത പിന്നീട് റിപ്പോർട്ട് ചെയ്യാൻ ധൈര്യം കാണിച്ചത്. BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ആ പാർട്ടിയുടെ മൗലിക സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ആക്രമണോത്സുക ഹിന്ദുത്വത്തിന് ഇന്ത്യൻ മണ്ണിൽ ഒരു ഊനവും തട്ടിയിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. സിറാജിനും സൽമാനും ഉണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് ആരും റിപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവില്ലെന്നതും മറ്റൊരു ദുരന്തം. തദ്ദേശ സ്വയംഭരണ മന്ത്രി MB രാജേഷ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റ് വായിക്കാം. ഒരേ വാർത്തയ്ക്ക് ഏഷ്യാനെറ്റ് കൊടുത്ത 2 തലക്കെട്ടുകൾ. ആദ്യത്തെ തലക്കെട്ട് വേദിയെ ചിരിപ്പിച്ച് MB രാജേഷ്. അല്പം കഴിഞ്ഞപ്പോൾ തലക്കെട്ടിത മാറുന്നു. അതൃപ്തി പ്രകടിപ്പിച്ച് MB രാജേഷ്.
ഇങ്ങനെയൊക്കെയാണ് ഇവർ ഇടതുപക്ഷത്തെപ്പറ്റി മോശം പ്രതിച്ഛായ സൃഷ്ടിക്കുന്നത്. അത്ര സൂക്ഷ്മമായാണ് ഓരോ വാർത്തയിലും ഇടതുവിരുദ്ധത തിരികെ കയറ്റുന്നത്. ഈ മാധ്യമങ്ങളെ നേരിട്ടാണ് ഇടതുപക്ഷം ഇവിടെ നിലനിൽക്കുന്നത് എന്നത് ഒരു അത്ഭുതം തന്നെയല്ലേ? ഇത്തരം അത്ഭുതങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. കാരണം ഇടതുപക്ഷത്തെക്കുറിച്ച് അറിയാതെ പോലും ഒരു നല്ല വാക്ക് പറയാൻ പാടില്ലെന്ന നിർബന്ധമുണ്ട് നമ്മുടെ മാധ്യമങ്ങൾക്ക്. SFIക്കാർ എന്തു ചെയ്താലും കുറ്റം കാണുന്നവരാണ് നമ്മുടെ മാധ്യമങ്ങൾ. KSUക്കാരുടെ എല്ലാ കൊള്ളരുതായ്മകൾക്കും അവർ കൂട്ടുനിൽക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം മണ്ണുത്തി കാർഷിക കോളേജിലെ മാഗസിനിൽ വന്ന സംവരണ വിരുദ്ധ ദളിത് വിരുദ്ധ കാർട്ടൂണിനെ കുറിച്ച് മുഖ്യധാരയിലൊന്നും വാർത്ത വന്നിട്ടില്ല. കാരണം കോളേജ് യൂണിയൻ ഭരിക്കുന്നത് KSU ആണെന്നതുകൊണ്ട് തന്നെ. KSUവിന് മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രിവിലേജ് ഒന്നും SFIക്കാർ പ്രതീക്ഷിക്കരുത്. ഗവർണർക്കെതിരെയുള്ള കേസിന് സർവകലാശാലകൾ വൻതുക ചെലവിടുന്നു എന്നാണ് മാധ്യമങ്ങളുടെ വെറൈറ്റി കരച്ചിൽ. സർവകലാശാലകൾക്ക് കോടതി കയറേണ്ടി വന്നത് ചിത്തഭ്രമക്കാരനായ ഗവർണറുടെ ചട്ടവിരുദ്ധമായ നടപടികൾ കാരണമാണെന്ന് അവർ സൗകര്യപൂർവ്വം മറക്കുന്നു. രാജ്ഭവനിൽ അതിഥി സൽക്കാരത്തിന് വേണ്ടിയും മറ്റും 2.6 കോടി രൂപ കഴിഞ്ഞ വർഷം ആവശ്യപ്പെട്ടിരുന്നുവെന്നും മുൻവർഷത്തേക്കാൾ 36% വർധനവാണിതെന്നും മാധ്യമങ്ങൾ നമ്മോട് പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. ഈ മാധ്യമങ്ങളുടെ ഇടതുപക്ഷ വിരുദ്ധതയ്ക്ക് ഇനിയുള്ള നാളുകളിൽ മൂർച്ച കൂടുകയുള്ളൂ. വായനക്കാരും ചാനൽ പ്രേക്ഷകരും കൂടുതൽ ജാഗ്രത കാണിക്കണമെന്ന അഭ്യർത്ഥനയോടെ മീഡിയ ഓഡിറ്റ് ഈ ലക്കം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.